ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് കുറച്ച് കടുമാങ്ങ അച്ചാർ ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇതാ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെയുള്ള മാവുന്ന് കുറച്ച് മാങ്ങ ഞാൻ പറിക്കുകയാണേ. ഹസ്ബൻഡാണ് പറിച്ച് തരുന്നത്. അതാ മുറ്റത്ത് തന്നെയുള്ള മാവിൻ്റെ ചുവട്ടുന്ന് പറിക്കുകയാണ്. ഇതുണ്ട്, ഇതൊരു വേറൊരു പുതുതായിട്ട് വാങ്ങിയതാണ് ഇങ്ങനെ ഒരു മാങ്ങ പറിക്കാനായിട്ടുള്ള, അതുകൊണ്ടാണ് പറിക്കുന്നത്. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇവിടെ ഇത്രയും മാങ്ങ മാവുമെന്ന് പറിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല മാങ്ങയാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് കടുമാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഞാനിതാ വാഷൊക്കെ ചെയ്ത് തുടച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൽ ഒട്ടും വെള്ളം പാടില്ല. നല്ലപോലെ തുടച്ചെടുത്തതിന് ശേഷം വേണം ഇത് അരിഞ്ഞെടുക്കാനായിട്ട്. പാത്രത്തിലൊന്നും ഒട്ടും വെള്ളം പാടില്ല. നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. നല്ല കുനുകുനാ അരിഞ്ഞെടുക്കണം. കണ്ടോ, വളരെ ചെറുതായിട്ടാണ് ഞാനത് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഇൻഗ്രീഡിയൻസൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ നല്ല കശ്മീരി മുളക് പൊടിയാണ് ഒരു 4-5 വലിയ സ്പൂണ് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല കളറ് കിട്ടാൻ വേണ്ടിയാണ്. ഇത് എരിവൊക്കെ കുറവായിരിക്കും, കളറ് മാത്രമാണ് ഉണ്ടാവുക. നല്ല ഒരു ചുവപ്പ് കളറായിട്ടുണ്ടാവും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയൊക്കെ വളരെ കുറച്ച് മതി, ഒത്തിരി ഒന്നും ആവശ്യമില്ല. ഒരു 1/4 ടീസ്പൂണ് അല്ലെ 1/2 ടീസ്പൂൺ വരെ ആവാം. പിന്നെ വേണ്ടത് നമുക്ക് ഉലുവാപ്പൊടിയാണ്. ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചതാണ്. ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത് അല്ലെങ്കിൽ ചതച്ചത് എങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം ചെറുതാക്കി അരിഞ്ഞതും വെളുത്തുള്ളി അല്ലിയൊക്കെ ചെറുതായതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഇട്ടിരിക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട്. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും മുളകും ഇതെല്ലാം എത്തുന്ന വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഒട്ടും വെള്ളം പാടില്ല. ഇതിൽ നിന്ന് തന്നെ നമ്മളുടെ മാങ്ങേൻ്റെ ഇതിൽ നിന്ന് തന്നെ അതിൻ്റെ നീരെല്ലാം ഇറങ്ങി വരും. അപ്പോൾ തന്നെ അതിലൊരു ചാറൊക്കെ ഉണ്ടാവും. അല്ലാതെ ഇതിലൊട്ടും വെള്ളമോ വേറെ ഒന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളുടെ കായപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് വീട്ടിൽ പൊടിക്കുന്നതാണെങ്കിൽ കായ ചൂടാക്കി വറുത്ത് പൊടിച്ച് അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഉലുവയും അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുകയാണ്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുകയാണ്. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് 2 വറ്റൽമുളക്, 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മുളകെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബാക്കി വന്ന 1 സ്പൂണ് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ അതിലേക്ക് 1 സ്പൂണാണ് ചേർത്തിരുന്നത്. ഇതിലേക്ക് 1 സ്പൂണും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഉലുവാപ്പൊടി വളരെ കുറച്ച് മതി, ഒത്തിരി ഒന്നും വേണ്ട. കായപ്പൊടി നന്നായിട്ട് വേണം. പിന്നെ ഇതിലേക്ക് കുറച്ച് വിനീഗർ, ഒരു 2-3 സ്പൂണ് വിനീഗറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിന് ശേഷം ഇത് നമ്മളുടെ മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുക. മാങ്ങ കണ്ടോ, കുറച്ച് നേരം വെച്ചപ്പോഴേക്ക് തന്നെ ഇതിൽ വെള്ളമെല്ലാം കണ്ടോ ഒന്ന് ലൂസായി വന്നിട്ടുണ്ടത്. ഡ്രൈ ഉള്ളതെല്ലാം ഒന്ന് നനവായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മളുടെ ഇത് ഒഴിച്ചു കൊടുക്കുക. കടുക് പൊട്ടിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം. ഇത് നമുക്ക് കുറേ കാലം നിൽക്കുകയും ചെയ്യും, ഒന്നും കേടുവരുമൊന്നുമില്ല. പിന്നെ പെട്ടെന്ന് അല്ലാതെ തന്നെ കോരി തിന്നാൻ തോന്നും. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇങ്ങനെയൊക്കെ പച്ചമാങ്ങ കിട്ടുന്ന സമയത്ത് ഉണ്ടാക്കുക. ഇപ്പോൾ സീസണാണ്, മാങ്ങേൻ്റെ സീസണാണ്. എല്ലാവരും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇനി വിനീഗർ വേണ്ടെങ്കിൽ വിനീഗർ ചേർക്കേണ്ട ആവശ്യം ഒട്ടും ഇല്ല കേട്ടോ. ഞാൻ വെറുതെ 2 സ്പൂൺ ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. ഒട്ടും വിനീഗർ ചേർത്തില്ലെങ്കിലും ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു. 2 കുപ്പി എനിക്ക് കിട്ടിയിട്ടുണ്ട്, പറയാൻ മറന്നുപോയി. ഇതിലേക്ക് 2 ബോട്ടിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനി കുപ്പിയിലാക്കി വെക്കുക. അങ്ങനെ നല്ല ഡ്രൈ ആയിട്ടുള്ള കുപ്പിയും കൂടി ആയിരിക്കണേ, എന്നാലേ ഉള്ളൂ അതിലേക്ക് കേടുകൂടാതെ ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ വേഗം കേടുവരും, പൂപ്പലെല്ലാം വരും.
കാരണം കുപ്പിയെല്ലാം വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം അല്ലെങ്കിൽ നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം മാത്രം ചേർക്കുക. അപ്പോൾ ഇത് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ 2 കുപ്പി എനിക്ക് ഇതേപോലത്തെ 2 കുപ്പി എനിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണേ. തീർച്ചയായിട്ടും മാങ്ങ വീട്ടിലുള്ള എല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കുക. നന്നായിട്ട് അടച്ച് വയ്ക്കുക. ഓക്കേ, താങ്ക് യു.